ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മുടെ കൊച്ചി മെട്രോ ഫേസ് 2 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണാനാണ്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൂട്ട് മാപ്പ് ഒന്ന് കാണാട്ടോ, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് തുടരാം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പടമുകൾ മുതൽ നമ്മളുടെ പാലരുട്ടം വരെയുള്ള അപ്ഡേറ്റ് ആണ് കാണാൻ പോകുന്നത്. പിന്നെ വർക്കിൻ്റെ സ്പീഡ് വളരെ വളരെ സ്ലോ ആണ്. അതുപോലെ റോഡിൻ്റെ കണ്ടീഷനും ഇതിലൂടെ ട്രാവൽ ചെയ്യണത് വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വളരെ സൂക്ഷിച്ച് ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് കാഴ്ച കാണാം. 11.2 കിലോമീറ്റർ നീളമുള്ള ഒരു പുതിയ പിങ്ക് ലൈനും 11 സ്റ്റേഷനുകളുമുള്ള കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പദ്ധതിക്ക് 2018 ജൂലൈയിൽ കേരള സർക്കാർ അംഗീകാരം നൽകി 2310 കോടി രൂപ ചെലവ് കണക്കാക്കുന്നു. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് 2 വരെയുള്ള ഒരു സ്പർ ലൈൻ നിർമ്മിക്കുന്നതും ഉൾപ്പെടുന്നു. 1141.32 കോടി രൂപയുടെ നിർമ്മാണ കരാർ 2024 ജൂണിൽ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചറിന് നൽകി 600 ദിവസത്തെ നിർമ്മാണ സമയപരിധി നിശ്ചയിച്ചു. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ വിശദമായ പദ്ധതി റിപ്പോർട്ട് DPR 2022 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. 1957.05 കോടി രൂപ കണക്കാക്കുന്നു. 2024 ഓഗസ്റ്റിൽ അംഗീകരിച്ച $122 മില്യൺ വായ്പയിലൂടെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് AIIB രണ്ടാം ഘട്ടത്തിന് ഭാഗികമായി ധനസഹായം നൽകും. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം പൂർണ്ണമായും പൂർത്തിയാക്കി 2028 ആദ്യ പാദത്തോടെ തുറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പടമുകൾ ജംഗ്ഷനിൽ നിന്നുമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദുരന്തമാണ് കേട്ടോ. അത് പോകുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ട്രോക്കും അതുപോലെ തന്നെ റോഡിന്റെ കണ്ടീഷൻ ഇവിടെ വളരെ മോശമാണ്. ഒന്ന് സ്കിഡായ പടവനടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒരു കാല് വയ്യാത്ത ആൾക്കാരൊക്കെ ഇതിലെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വളരെ റിസ്ക് ആണ് കേട്ടോ. നോർമൽ ആൾക്കാർക്കും അത് തന്നെ അവസ്ഥ. അപ്പൊ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ തന്നെ ആ മനോഹരമായ കാഴ്ചകൾ കാണാം. എന്നിട്ട് നമുക്ക് കൊച്ചി സെക്കൻഡ് ഫേസ് മെട്രോന്റെ കൊച്ചി മെട്രോ ഫേസ് 2 ലേറ്റസ്റ്റ് അങ്ങോട്ട് ഡീറ്റെയിൽസ് തുടരാം. നോക്കിയ റോഡ് കണ്ടീഷൻ നോക്കി വളരെ മോശമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള വീതി കുറവാണ്. പിന്നെ പാർക്ക് ചെയ്യാനും വളരെ ശോകമാണ് കണ്ടാൽ നോക്കി. ഭയങ്കര കാരണം ഈ റോഡ് സൈഡ് നിറച്ചും ഈ മെറ്റലാണ്. ആ മെറ്റൽ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്തിരിയും കൂടി സുഖമായിട്ട് പോകാൻ പറ്റും. അതേപോലെ ഈ പൊടിയും ഈ മെറ്റലൊക്കെ ഇവിടെ നിന്നൊന്നും സൈഡിൽ നിന്നൊന്നും മാറ്റുകയാണെങ്കിൽ വളരെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി സ്കിഡായി തലകുത്തി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ മെറ്റലും ഈ റോഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് തുടരാം. ലൈൻ 2 പിങ്ക് ലൈൻ JLN സ്റ്റേഡിയം ഇൻഫോ പാർക്ക് 2 നീളം 11.2 കിലോമീറ്റർ തരം എലിവേറ്റഡ് സ്റ്റേഷനുകളുടെ എണ്ണം 11 സ്റ്റേഷൻ പേരുകൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പുതിയ സ്റ്റേഷൻ ബോക്സ് പാലാരിവട്ടം ജംഗ്ഷൻ പാലാരിവട്ടം ബൈപ്പാസ് ചെമ്പുമുക്ക് വാഴക്കാല പടമുകൾ മുമ്പ് കുന്നംപുറം കാക്കനാട് ജംഗ്ഷൻ കൊച്ചി സെസ് പ്രത്യേക സാമ്പത്തിക മേഖല ചിറ്റോത്തുകര കിൻഫ്ര മുമ്പ് രാജഗിരി ഇൻഫോ പാർക്ക് 1 സ്മാർട്ട് സിറ്റി 1 ഇൻഫോ പാർക്ക് 2 സ്മാർട്ട് സിറ്റി 2 സ്റ്റാറ്റസ് 2024 ജൂലൈ മുതൽ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിലാണ്. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം അഥവാ പിങ്ക് ലൈൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. പുതിയ പാതയിലൂടെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് KMRL നഗരത്തിന്റെ മൊബിലിറ്റി, കണക്ടിവിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് കൂടുതലറിയാൻ റൂട്ട് പൂർത്തീകരണ സമയവും റിയൽ എസ്റ്റേറ്റ് വിപണിയിലുള്ള സ്വാധീനവും ഉൾപ്പെടെ 2022 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് തറക്കല്ലിട്ടു. പടമുകൾ, കിൻഫ്ര, ഇൻഫോ പാർക്ക് തുടങ്ങിയ പുതിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ നഗരത്തിലെ ഗതാഗതം എളുപ്പമാക്കാൻ സാധ്യതയുണ്ട്. 2026ഓടെ പ്രവർത്തനക്ഷമമാകാൻ സാധ്യതയുള്ള രണ്ടാം ഘട്ടം അല്ലെങ്കിൽ പിങ്ക് ലൈൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കൈകാര്യം ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ സമയക്രമം കൊച്ചി മെട്രോയ്ക്കുള്ള പ്രാരംഭ ആശയം 2016 വിഭാവനം ചെയ്തു. സംസ്ഥാന സർക്കാർ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു. കാക്കനാട് വഴി ഇൻഫോ പാർക്കിലേക്ക് മെട്രോ നീട്ടുന്നതിനായി 2016 നവംബറിൽ KMRL ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു. 2017 മെയ് മാസത്തിൽ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി.
2022 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം ഘട്ടത്തിന് തറക്കല്ലിട്ടു. 2023 സെപ്റ്റംബറിൽ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം പിങ്ക് ലൈൻ എന്ന് വിളിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2023 ഡിസംബർ 4-ന് കേരള സർക്കാർ ഈ ഘട്ടത്തിനായി 378 കോടി രൂപ ധനസഹായം നൽകി. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം 2024 ജൂലൈ 3-ന് ഔദ്യോഗികമായി ആരംഭിച്ചു. 2026ഓടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം പ്രധാന സവിശേഷതകളും ആദ്യഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിന് കൊച്ചി മെട്രോയെ പ്രശംസിച്ചു. രണ്ടാം ഘട്ടത്തിലെ ചില പ്രധാന സവിശേഷതകളും നമുക്ക് നോക്കാം. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിൽ ഒരു പുതിയ പാത ഉണ്ടാകും. ഇത് 2026ഓടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതിയുടെ ഏകദേശ പൂർത്തീകരണ ചെലവ് ഏകദേശം 1957.05 കോടി രൂപയാണ്. രണ്ടാം ഘട്ടത്തിലെ മെട്രോ സ്റ്റേഷനുകൾ കേരളത്തിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരത്തിന് ആദരാഞ്ജലി അർപ്പിക്കുക എന്ന അതേ പ്രമേയം പിന്തുടരും. വളർന്നുവരുന്ന നിരവധി IIT കമ്പനികൾ താമസിക്കുന്ന ഇൻഫോപാർക്ക് കാമ്പസിന് സേവനം നൽകുന്നതിനായി പിങ്ക് ലൈനിന്റെ നിർമ്മാണം വേഗത്തിലാക്കുന്നു. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം സ്റ്റേഷനുകളുടെ പട്ടിക. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിൽ 11 സ്റ്റേഷനുകളുള്ള 11.17 കിലോമീറ്റർ നീളമുള്ള പുതിയ ഇടനാഴിയുണ്ടാകും. ഈ ഇടനാഴിയുടെ ഔദ്യോഗിക റൂട്ട് മാപ്പ് ഇതുവരെ പൊതുജനങ്ങൾക്ക് പുറത്തിറക്കിയിട്ടില്ല. സ്റ്റേഷൻ ലിസ്റ്റ് ചുവടെ. സ്റ്റേഷന്റെ പേര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, JLN സ്റ്റേഡിയം, പാലാരിവട്ടം ജംഗ്ഷൻ, പാലാരിവട്ടം ബൈപ്പാസ്, ചെമ്പുമുക്ക്, വാഴക്കാല, പടമുകൾ, സിവിൽ സ്റ്റേഷൻ, കൊച്ചിൻ സാസ്, ചിറ്റേത്തുകര, ഇൻഫോ പാർക്ക്. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിനായുള്ള ഭാവി വികസന പദ്ധതികൾ. കൊച്ചി മെട്രോ ശൃംഖല വികസിപ്പിക്കുന്നതിൽ KMRLും സംസ്ഥാന സർക്കാരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മൂന്നാം ഘട്ടം നിലവിൽ ആസൂത്രണ ഘട്ടത്തിലാണ്. വിശദമായ പദ്ധതി റിപ്പോർട്ട് DPR തയ്യാറാക്കുന്നതിനായി KMRL ബിഡുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ആലുവ മുതൽ അങ്കമാലി വരെ മെട്രോ നീട്ടുകയും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ടം 20 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 നിർദ്ദിഷ്ട അലൈൻമെന്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യ റൂട്ട് അത്താണി ജംഗ്ഷനിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോകും, വിമാനത്താവളവുമായി ബന്ധിപ്പിക്കും. രണ്ടാമത്തെ റൂട്ട് അത്താണിയിൽ നിന്ന് അങ്കമാലിയിലേക്ക് വിമാനത്താവളം വഴിയായിരിക്കും. മൂന്നാം ഘട്ടത്തിൽ അയ്യമ്പുഴ വരെ മെട്രോ നീട്ടാൻ കഴിയുമോ എന്ന് KMRL പഠിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ സ്വാധീനം. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം കൊച്ചിയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഗണ്യമായി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെട്രോ പ്രവർത്തനക്ഷമമാകുന്നതോടെ കാക്കനാട്, ചിറ്റേത്തുകര, ആലിൻചുവട് തുടങ്ങിയ അനുബന്ധ പ്രദേശങ്ങളിലെ പ്രോപ്പർട്ടി വിലകൾ ഗണ്യമായി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിലെ അതിവേഗം വളരുന്ന IIT ഹബ്ബായ ഇൻഫോ പാർക്ക് ക്യാമ്പസ് വരെ പിങ്ക് ലൈൻ പ്രവർത്തിക്കും. ഇത് പള്ളിക്കര, കളമശ്ശേരി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിലകളിൽ വർധനവിന് കാരണമാകും. കൂടാതെ കാക്കനാട്ടുള്ള ഇൻഫോ പാർക്കുമായി കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതിലൂടെ പിങ്ക് ലൈനിന് പ്രതിദിനം 1 ലക്ഷം വരെ യാത്രക്കാരെ ആകർഷിക്കാൻ കഴിയും.
ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതിലൂടെ പോകുന്ന ഡിസാസ്റ്റർ കണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഭയങ്കര ടഫാണ് ഇതിൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. പിന്നെ ആ ഫുട്പാത്തിലെ സ്ലാബ് തന്നെ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ നടക്കുമ്പോൾ നോക്കിക്കൊണ്ട് നടന്നില്ല എങ്കിൽ കാലടെ പോയി കാലൊടിയാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. പിന്നെ നോക്കിയാൽ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടും യാതൊരു പില്ലർ വർക്കും പോലും ആയിട്ടില്ല. പണ്ട് DMRC ഉണ്ടായ സമയത്ത് 1 ഇയർ കൊണ്ടായിരുന്നു നമ്മുടെ ആലുവയിൽ നിന്ന് പാലരുട്ടം വരെ കംപ്ലീറ്റ് അയച്ചത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് 1 ഇയർ ആകാറായി, എന്നിട്ട് പോലും യാതൊരു പില്ലറും ഒന്നും ആയിട്ടില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന വർക്ക് വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ ഇതിലൂടെ ട്രാവൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ വളരെ വളരെ ഡിസാസ്റ്ററാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ആലഞ്ചോട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ സ്റ്റേഷനില്ല. സ്റ്റേഷൻ വരുന്നത് നമ്മുടെ പാലാരിവട്ടം ബൈപ്പാസിൻ്റെ ഭാഗത്താണ്. അപ്പം നമ്മളിത് നോക്കി ഇവിടെ എല്ലാ വർക്കേഴ്സ് തന്നെ ഇല്ലെന്ന് തോന്നുന്നു, വെറുതെ ഇങ്ങനെ അടച്ചിട്ടേക്കണാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്തിരി ഈ കാണുന്ന ഈ റോഡിൽ തന്നെ ഒത്തിരി മെറ്റൽസ് കിടപ്പുണ്ട്. അതുപോലെ ഒത്തിരി പൊടികളും കിടപ്പുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ലോ അല്ല എങ്കിൽ ജസ്റ്റ് ബ്രേക്ക് പിടിച്ചാൽ തന്നെ ഇപ്പോൾ പതുക്കെ പോയാലും തന്നെ ടയറും റോഡും തമ്മിൽ ടച്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് സ്കിഡായി തലകുത്തി വീഴാൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. സഡൻ ബ്രേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അങ്ങനെ നമ്മളിതാ പാലരുട്ടം പാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഇനി ഇവിടെ നിന്ന് അപ്പുറത്തേക്കാണ് ഇനി അടുത്ത ഡിസാസ്റ്റർ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നോക്കുന്നത് യൂട്ടേൺ എടുത്തിട്ട് നമുക്ക് ആ കാഴ്ചയെ കാണാം. എന്തായാലും ഈ പാലം പൊളിച്ചു പണിതാണ്. കാരണം നേരത്തെ പണിത പാലത്തിൽ വിള്ളലും കുന്തലും എല്ലാം വന്നുകൊണ്ട് ജസ്റ്റ് പൊളിച്ചു പണിതു. അപ്പോൾ ഇപ്പോഴത്തെ പാലം നല്ല സ്ട്രോങ് ആണ്, പണ്ടത്തെ പാലം നല്ല വീക്കായിരുന്നു. അപ്പം നമ്മളിതാ ചുറ്റി തിരിഞ്ഞ് നേരെ നമ്മളിതാ പാലാരോട്ടം ഭാഗത്തേക്ക് തിരിയുവാണ്ട. ഇത് പാലാരോട്ടം ബൈപ്പാസ് ഏരിയ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് അങ്ങാട് ഡിസാസ്റ്റർ റൈഡാണ്. ആ സ്ലാബൊക്കെ വളരെ വളരെ കണ്ടു നോക്കിയാൽ നിങ്ങൾ താഴെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒത്തിരി ഭാഗത്ത് ഈ മെറ്റൽ കിടപ്പുണ്ട്. ഈ മെറ്റൽ തന്നെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡ്രൈവറിങ് ഇത്തിരി സേഫ് ആവും. കണ്ടോ നോക്കിയേ, കാല് കുത്തിയാണ് പോകാൻ പറയുന്നത്. ഫുട്പാത്തിൽ കയറാതെ പോകാൻ പറ്റാത്ത നിവർത്തി. ആകെ ഇത്തിരിക്കോളം ഗ്യാപ്പേ ഉള്ളൂ. ആ മെറ്റലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കാരണം വളരെ വളരെ റിസ്ക് ആണ്. നോക്ക്, നിങ്ങൾ തന്നെ കണ്ടുപോയിക്കോ. ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ തലകുത്തി എപ്പോൾ വീണെന്ന് ഓർത്താൽ മതി. കണ്ട നോക്കിയേ, ഈ മെറ്റലിൽ കൂടി തന്നെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റേ ഫുട്പാത്തിൽ തന്നെ മറ്റേ സ്ലാബിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ചില ഭാഗത്തൊക്കെ നല്ല ഗ്യാപ്പുള്ള ഏരിയയുമുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ജസ്റ്റ് ഡ്രൈവ് സേഫ്, നടക്കുമ്പോൾ സേഫ് ശരിക്കും നോക്കുക. കാരണം ഭയങ്കര റിസ്ക് ആണ്. ആക്സിഡൻ്റ് ആകാനായിട്ട് ചാൻസ് ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നേരെ നമ്മുടെ പാലരുട്ടം ഭാഗത്തേക്ക് പോവാണ്. ഈ സ്ലാബും റോഡും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം കുത്തനെ അങ്ങനെയാണ് വെച്ചേക്കണ. മറ്റേ വണ്ടി കയറ്റുമ്പോൾ തന്നെ തലകുത്തി വീരാൻ ചാൻസ് ഉണ്ട്. നോക്കണ്ട, നമ്മുടെ ക്യാമറയിൽ അത്രമാത്രം വിസിബിൾ ആകത്തില്ല, നേരെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇതിലൂടെ ഈ സ്ലാബിൽ നിന്നും റോഡിലേക്കുള്ളത് കുത്തനെ ഇറക്കണം. ജസ്റ്റ് അതൊന്ന് കറക്റ്റായിട്ട് നോർമലാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കോ, കാണാം റൈറ്റ് സൈഡിൽ തന്നെ കണ്ട കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ജസ്റ്റ് ആ സ്ലാബും ഇത് തമ്മിലൊന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ നടക്കണ ഫുട്പാത്തും ഒന്ന് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ ആൾക്കാർക്ക് നടക്കുമ്പോൾ തന്നെ ജസ്റ്റ് ആക്സിഡൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നടക്കുന്നതും സേഫ് അല്ല, ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്നതും സേഫ് അല്ല. വളരെ വളരെ റിസ്ക് ആണ്. അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടത് ആ മെറ്റലും ആ പൊടികളും പിന്നെ ജസ്റ്റ് ആ നമ്മളുടെ ആ സ്ലാബിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ സ്ലാബും റോഡും തമ്മിലുള്ള ഹൈറ്റും കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വണ്ടി ടയർ സ്ലാബുമ്പോൾ കയറി ടയർ പൊട്ടാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കാരണം റോഡും സ്ലാബും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഒന്ന് പ്ലീസ് ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഒരു അപകടം വന്നിട്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട്. ഒരു അപകടം വന്നതിന് മുമ്പ് തന്നെ ചെയ്യാനാണ് ഏറ്റവും നല്ല സേഫ്. അപ്പം നമ്മളിത് ചുറ്റിക്കറങ്ങി നേരെ ഇതാ പാലരുട്ടം ഭാഗത്ത് എത്തിയാറുണ്ട്. ഇവിടെ പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്, എന്നാലും വർക്കിൻ്റെ സ്പീഡ് വളരെ വളരെ സ്ലോ ആണ്. കാരണം ഇവിടെ നല്ല ഹെവി ട്രാഫിക് ഉള്ള ഏരിയയാണ്. ദയവേത് എത്രയും പെട്ടെന്ന് ഈ ട്രാഫിക് ഒന്ന് ക്ലിയർ ചെയ്യുക. അവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, പേഷ്യൻറ്റ് ആൻഡ് ബി സേഫ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ട്. എന്തായാലും അതൊന്നും എനിക്കൊന്നും വലിയ ഇതൊന്നും തോന്നുന്നില്ല. കാരണം ഇത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തില്ല എങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകാം, പിന്നെ ആൾ മരിക്കാം. ആക്സിഡൻ്റായി ആൾക്കാർക്ക് ജീവിതം വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പാലരുട്ടം ഭാഗത്തെത്തി. ഇവിടെ റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുക വേണ്ട കണ്ട. ഇപ്പോൾ നോക്കി ലെഫ്റ്റ് സൈഡിലും ചില ഭാഗത്തൊക്കെ പൊളിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ വർക്ക് കണ്ട JCB കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് സർവീസിന് പോകാനുള്ള റോഡ് ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് നടുക്കുവാണെന്ന് പണിയുക. അല്ലെങ്കിൽ ഭയങ്കര ഹെവി ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമ്മളിതാ നമ്മുടെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാൻ പോകണം. നമ്മുടെ മെയിൻ ബാനർജി റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അവിടെ നമുക്ക് പഴയ DMRC പണിത മെട്രോൻ്റെ കാണാം കേട്ടോ. ആക്ച്വലി 1 ഇയർ കൊണ്ടായിരുന്നു നമ്മുടെ ആലുവ മുതൽ നമ്മുടെ പാലരുട്ടം വരെ വർക്ക് കംപ്ലീറ്റ് അയച്ചത്. ഇവിടെ നിന്ന് അങ്ങാടും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറച്ച് ഭാഗത്തൊക്കെ ബിൽഡിംഗ് ഒക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ. നോക്കി കണ്ട
എന്തായാലും ഇത് പൊളിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നാട്ടുകാരനെ നടക്കുന്ന ആൾക്കാരെ സേഫ് നോക്കുക. കാരണം ചില ഭാഗത്തൊക്കെ കുഴികളുണ്ട്, നമ്മൾ പെട്ടെന്ന് കാണണമെന്നില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. ജസ്റ്റ് കുറച്ച് കയറുമ്പോൾ തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനോട് നിന്നാണ്. അപ്പം ജസ്റ്റ് ഇതിലൂടെ പുതിയൊരു മെട്രോ ലൈനോട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിതാ യൂട്ടേൺ എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് എന്തായാലും ഈ വീടിന് നല്ല വ്യൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇനി നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെയും അപ്ഡേഷൻ ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോന് വ്യൂ കിട്ടിയില്ലെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഭാഗത്തുള്ള ബിൽഡിംഗ് ഒക്കെ പൊളിച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ജനത നോർത്ത് ജനത സൗത്ത് ജനത റോഡിൻ്റെ ഭാഗത്താണ്. അപ്പം നമ്മൾ നോർത്ത് ജനത റോഡിലോട്ട് കയറുവാണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നോർത്ത് ജനത റോഡിലോട്ട് കയറി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.